ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാമിലി ഓഫ് റോസ് കർവ്സ്. ഫാമിലി ഓഫ് റോസ് കർവ്സ്. എന്താണ് ഫാമിലി ഓഫ് റോസ് കർവ്സ്? വളരെ സിമ്പിൾ ആയ കാര്യമാണ്. നോക്കുക, ആർ ഇസ് ഈക്വൽ ടു എ സൈൻ എൻ തീറ്റ. സൈൻ എൻ തീറ്റ. ആർ ഇസ് ഈക്വൽ ടു എ സൈൻ എൻ തീറ്റ. എൻ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര വാല്യൂസ് എടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് എ സൈൻ 1 ഇൻറ്റു തീറ്റ, എ സൈൻ തീറ്റ, എ സൈൻ 2 തീറ്റ, എ സൈൻ 3 തീറ്റ, എ സൈൻ 4 തീറ്റ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ ഈക്വൽ ടു 1 ആവുക. എൻ ഈക്വൽ ടു 1 ആവുക എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റ, അയാളുടെ ഫിഗർ നമ്മൾ കണ്ടതാണ്. ഇതാണ് അയാളുടെ ഫിഗർ. അയാളുടെ ഡയമീറ്ററിന്റെ ലെങ്ത് എ ആയിരിക്കും. എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഫിഗർ. അതൊരു സർക്കിൾ ആയിരിക്കും, ഡയമീറ്റർ എ. ഇനി നോക്കുക, എൻ ഈക്വൽ ടു 2 ആവുകയാണെങ്കിൽ എൻ ഈക്വൽ ടു 2, അതായത് എ സൈൻ 2 തീറ്റ ആവുകയാണെങ്കിൽ അയാളുടെ ഫിഗർ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് വരച്ചൊക്കെ നോക്കാൻ വേണമെങ്കിൽ ഓരോരോ പോയിന്റ് കൊടുത്ത് വരച്ചൊക്കെ നോക്കാം. അത് നിങ്ങളുടെ കയ്യിലാണ്, ഞാനത് ചെയ്തില്ല ഇവിടെ. ഇതാണ് എൻ ഈക്വൽ ടു 2ന്റെ ഫിഗർ. അതായത് ഈ പേര് പറയുന്ന പോലെ റോസ് ഒരു ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത്. 4 പെറ്റൽസ് ഉണ്ട്. 4 പെറ്റൽസ്. ഓരോ പെറ്റലിന്റെ ലെങ്ത് എ ആയിരിക്കും. എൻ ഈക്വൽ ടു 2 ആവുമ്പോൾ, അതായത് ആർ ഈക്വൽ ടു എ സൈൻ 2 തീറ്റ ആവുമ്പോഴുള്ള ഫിഗർ ഇങ്ങനെയാണ്. ഇനി എൻ ഈക്വൽ ടു 3, അതായത് ആർ ഇസ് ഈക്വൽ ടു എ സൈൻ 3 തീറ്റ. ഫിഗർ നോക്കാം. എ സൈൻ 3 തീറ്റ ആവുമ്പോൾ ഇവിടെ ഉള്ളത് 3 പെറ്റൽസ് ആണ്. 3 പെറ്റൽസ്. ഓരോ പെറ്റലിന്റെ ലെങ്ത് എ ആണ്. അപ്പൊ ഞാൻ വരച്ചപ്പോ ഒരാളൊക്കെ ഏറിയും കുറഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അല്ല, യഥാർത്ഥത്തിൽ എല്ലാം ഒരുപോലെ. എൻ ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 പെറ്റൽഡ് റോസ് ആണ്. ഇനി എൻ ഈക്വൽ ടു 4 നോക്കാം. എൻ ഈക്വൽ ടു 4 ആവുമ്പോൾ നമുക്കുള്ളത് 8 പെറ്റൽസ് ആണ്. 8 പെറ്റൽസ്. രണ്ടെണ്ണം ഇവിടെ, this one and finally this one. n ഈക്വൽ ടു 4 ആവുമ്പോൾ ഫിഗർ ഇങ്ങനെ 8 പെറ്റൽ ആയിരിക്കും ഉള്ളത്. ഓരോ പെറ്റലിന്റെ നീളം എ ആണ്. ഓരോ പെറ്റലിന്റെ ലെങ്തും എന്താണ് എ ആണ്. ഇനി n ഈക്വൽ ടു 5. n ഈക്വൽ ടു 5 ആകുമ്പോൾ, അതായത് എ സൈൻ 5 തീറ്റ ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 5 പെറ്റൽസ് ആയിരിക്കും. 5 പെറ്റൽസ് ആയിരിക്കും. അതിൽ ഒരു പെറ്റൽ ഇതുപോലെ ക്രോസ് ചെയ്യും. ബാക്കി പെറ്റൽസ് വരയ്ക്കാം. ഇതാണ് n ഈക്വൽ ടു 5ന്റെ ഫിഗർ. ഏകദേശം നിങ്ങൾക്കൊരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാകണം. ഇപ്പോഴേക്കും നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടാവണം. അതായത് n ഓഡ് ആവുമ്പോൾ അത്രയും നമ്പർ ഓഫ് പെറ്റൽസ് ആണ് ഉണ്ടാവുന്നത്. നോക്കുക, n ഈക്വൽ ടു 1,
n equal to 3, 3 petals, n equal to 5, 5 petals, n equal to 7, 7 petals, n equal to 9, 9 petals, and so on. n odd ആണെങ്കിൽ അത്രയും പെറ്റൽസ് ആയിരിക്കും ഉണ്ടാവും. എന്നിട്ട് നോക്കുക, n equal to 1 ആയപ്പോൾ ഒരേ ഒരു പെറ്റലേ ഉള്ളൂ. ആ പെറ്റലിനെ y ആക്സിസ്, അതായത് പോസിറ്റീവ് y ആക്സിസ് മുകളിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. n equal to 3 ആകുമ്പോൾ y ആക്സിസ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്, പക്ഷെ താഴെയുള്ള y ആക്സിസ്, നെഗറ്റീവ് y ആക്സിസ് ആണ് കട്ട് ചെയ്യുന്നത്. n equal to 5 ആയപ്പോഴോ ഒരു പെറ്റലിനെ മുകളിലുള്ള y ആക്സിസ് ആണ് കട്ട് ചെയ്യുന്നത്. ഇനി n equal to 7 ആകുമ്പോൾ 7 പെറ്റൽ ഉണ്ടാവും, ഒരു പെറ്റലിനെ താഴെയുള്ള y ആക്സിസ് കട്ട് ചെയ്യും. n equal to 9 ആകുമ്പോൾ 9 പെറ്റൽസ് ഉണ്ടാവും, ഒരു പെറ്റലിനെ മുകളിലുള്ള y ആക്സിസ് കട്ട് ചെയ്യും. ഡൺ. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. n equal to 7 വേണമെങ്കിൽ റഫായിട്ട് ഞാനൊന്ന് വരയ്ക്കാം. n equal to 7 വേണമെങ്കിൽ റഫായിട്ട് ഞാനൊന്ന് വരയ്ക്കാം. n equal to 7 ആകുമ്പോൾ ഇനി ഒരു പെറ്റൽ താഴെ വേണം കട്ട് ചെയ്യാൻ. ഒരു പെറ്റൽ കഴിഞ്ഞു, ഇനി 6 പെറ്റൽസ് ഉണ്ട്. ഇനി 6 പെറ്റൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ 6 പെറ്റൽസിൽ ഒരു പെറ്റൽ ഇവിടെ, ഒരു പെറ്റൽ ഇവിടെ. വേറെ ആർക്കും ക്രോസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ആക്സിസിനെ ബൈസെക്ട് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. അത് മനസ്സിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഇതായിരിക്കും n equal to 7ന്റെ ഫിഗർ. n equal to 7ന്റെ ഫിഗർ ഇതായിരിക്കും. ഈ താഴെ വരച്ചത് ഒരു ഏറ്റക്കുറച്ചിൽ വന്നു, മുകളിലുള്ള അതേ ഷേപ്പ് ആയിരിക്കും താഴെ ഉണ്ടാവുന്നത്, അതിൽ സംശയമൊന്നും വേണം. ഇതായിരിക്കും സംഭവിക്കുന്നത്. ഇനി ഈവൻ നോക്കാം. ഈവൻ ഉണ്ടോ അതിന്റെ ഇരട്ടി നമ്പർ ഓഫ് പെറ്റൽസ്. n equal to 2 ആണെങ്കിൽ 4 പെറ്റൽ, n equal to 4 ആണെങ്കിൽ 8 പെറ്റൽ, n equal to 6 ആണെങ്കിൽ 12 പെറ്റൽ. എന്നിട്ട് ഒരാൾ പോലും ആക്സിസിനെ ക്രോസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ 4 പെറ്റൽ ഉണ്ടെങ്കിൽ ഓരോ കോർഡിനേറ്റിലും ഓരോ പെറ്റൽ വെച്ച്. ഇവിടെ 8 ഉണ്ട്, അപ്പോൾ ഓരോ കോർഡിനേറ്റിലും 2 പെറ്റൽ വെച്ച്. അത് 12 ആണ്. 12 ആവുമ്പോൾ 6 ആവുമ്പോൾ 12 ആണ്. 12 ആവുമ്പോൾ ഓരോ കോർഡിനേറ്റിലും 3 പെറ്റൽ വെച്ച്. ഇനിയിപ്പോ 8 ആവുമ്പോൾ 16 ആണ്. 16 ഡിവൈഡഡ് ബൈ 4 4ആണ്. ഓരോ ക്വാഡ്രന്റിലും 4 പെറ്റൽ വെച്ച്. ആൻഡ് സോ ഓൺ. ഒരാൾ പോലും ആക്സിസിനെ ക്രോസ് ചെയ്യില്ല. ഇതായിരിക്കും സംഭവിക്കാം. ഡൺ. ഇതാണ് r is equal to a sin n തീറ്റയുടെ ഫിഗേഴ്സ്. r is equal to a sin n തീറ്റയുടെ ഫിഗേഴ്സ് ഇതാണ്. നമുക്ക് എന്താണ് അതിന്റെ ഫിഗർ കാണാം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇനി അടുത്ത ഒരാളെ കൂടെ വരച്ചതിന് ശേഷം അത് കാണിച്ചു തരാം. ശരി, നെക്സ്റ്റ്. ഫാമിലി ഓഫ് റോസ് കർവ് ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, വേറൊരു ഇക്വേഷനും കൂടെയുണ്ട്. r is equal to a cos n theta. r is equal to a cos n theta. ഡൺ. n equal to 1. അത് നമ്മൾ വരച്ച് കഴിഞ്ഞതാണ്. n equal to 1 ആവുമ്പോൾ a cos theta എന്ന് പറയുമ്പോൾ സർക്കിൾ ആണ്. എക്സ് ആക്സിസ് മുറിക്കുന്ന a ഡയമീറ്റർ ഉള്ള സർക്കിൾ. കഴിഞ്ഞു. ഇതാണ് n equal to 1, അതായത് cos theta. a cos theta ഫിഗർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇനി n equal to 2. നേരത്തെ ഈവൻ ആവുമ്പോൾ അതിന്റെ ഇരട്ടി പെറ്റൽസ് ആണ്. ഇവിടെ അങ്ങനെ തന്നെ ഈവൻ ആവുമ്പോൾ ഇരട്ടി പെറ്റൽസ് ഉണ്ട്. അതായത് 4 പെറ്റൽസ് കാണും. 4 പെറ്റൽസ്. ആ 4 പെറ്റൽസും ആക്സിസിനെ ക്രോസ് ചെയ്തായിരിക്കും വരുന്നത്. ഈവൻ ആവുമ്പോ എന്താണ്? ഈവൻ ആവുമ്പോ നമുക്ക് ഇരട്ടി പെറ്റൽസ് ആണ്, പഴയ പോലെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ പോലും ആക്സിസിനെ ക്രോസ് ചെയ്യില്ലായിരുന്നു. ഇവിടെ എല്ലാവരും ആക്സിസിനെ, അപ്പൊ എല്ലാവരും അല്ല, 4 പേര് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. എല്ലാവരും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇനി അടുത്ത് n equal to 3. ഓഡ് ആവുമ്പോൾ അത്രയും നമ്പർ ഓഫ് പെറ്റൽസേ ഉള്ളൂ. ഇവിടെ 3 പെറ്റൽസേ ഉള്ളൂ. ഒരാള് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടുപേരും ക്രോസ് ചെയ്യുന്നില്ല.
ക്രോസ് ചെയ്യുന്നില്ല. നേരത്തെ പോസിറ്റീവ് y ആക്സിസിനെ ക്രോസ് ചെയ്ത് അടുത്ത നെഗറ്റീവ് y ആക്സിസിനെയാണ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പോസിറ്റീവ് x ആക്സിസിനെ തന്നെയാണ് ഇപ്പോഴും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറുന്നില്ല. ഇനി n ഈക്വൽ ടു 4 ആവുമ്പോൾ ഇരട്ടി പെറ്റൽസ് 8 പെറ്റൽസ് ഉണ്ടാവും. 8 പെറ്റൽസ് ഉണ്ടാവും സത്യം. പക്ഷേ അതിൽ 4 ആക്സിസിനെ ക്രോസ് ചെയ്യും. പിന്നെ ബാക്കി 4 പെറ്റൽസ് അതിന്റെ ഇടയിൽ. വരച്ചത് മോശമാണ്, നമ്മൾ നോക്കാം. ഡൺ. n ഈക്വൽ ടു 8. 4 പേര് എന്തായാലും ആക്സിസിനെ ക്രോസ് ചെയ്യും. പണ്ട് അങ്ങനെ ക്രോസ് ചെയ്യില്ലായിരുന്നു, ഒരാൾ പോലും ആക്സിസിനെ ക്രോസ് ചെയ്യില്ലായിരുന്നു. 4 പേര് എന്തായാലും ക്രോസ് ചെയ്യും. ബാക്കിയുള്ളവരെ അതിന്റെ ഇടയിൽ കയറ്റി എഴുതിയാൽ മതി. ഇനി n ഈക്വൽ ടു 5. ഈ ഓടാണ്, 5 പെറ്റൽസേ കാണത്തുള്ളൂ. അതിൽ ഒരാൾ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. ബാക്കി 5 പേരും ക്രോസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞു. n ഈക്വൽ ടു 5. n ഈക്വൽ ടു 6. 6 ആകുമ്പോൾ 12 ആണ്. 12-ല് 4 പേര് ആക്സിസിനെ ക്രോസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ബാക്കി ഉള്ള 8 പേര് അതിന്റെ ഇടയിലായിട്ട് ഇരിക്കും. 2 വെച്ച് കഴിഞ്ഞു. ഇതാണ് r ഈക്വൽ ടു a cos n തീറ്റ. r is equal to a sin n തീറ്റയിൽ നിന്നുള്ള ഇതിന്റെ വ്യത്യാസം വേറൊന്നുമല്ല. എല്ലാവരും, അതായത് ഓടായാലും ഈവൻ ആയാലും ആക്സിസിനെ ക്രോസ് ചെയ്യും. ഓടാണെങ്കിൽ എപ്പോഴും ക്രോസ് ചെയ്യുന്നത് എന്താണ്? എപ്പോഴും ക്രോസ് ചെയ്യുന്നത് എക്സ് ആക്സിസിനെ ആയിരിക്കും, പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇനി അടുത്ത ഈവൻ ആണെങ്കിലോ 4 പെറ്റൽസ്, അതായത് ഈവൻ ആണെങ്കിൽ ഇരട്ടി പെറ്റൽസ് കാണും. 4 പെറ്റൽസ് എന്തായാലും ആക്സിസിനെ ക്രോസ് ചെയ്യും. ബാക്കിയുള്ളവര് സൈഡിൽ ഇടയിലൊക്കെ വരച്ചോ. ഡൺ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടേബിൾ തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. റോസ് കർവ്സ് എന്ന് പറഞ്ഞു കൃത്യമായി അവരവിടെ തന്നിട്ടുണ്ട്. r is equal to a sin n തീറ്റ, r is equal to a cos n തീറ്റ, ഓരോന്ന് ഫിഗർ ആയിട്ട് തന്നിട്ടുണ്ട്. അത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. വരച്ച് തന്നെ നോക്കണം, എങ്കിലേ അത് മനസ്സിലാവും. ഡൺ. അപ്പൊ നമ്മള് ഫാമിലി ഓഫ് സർക്കിൾസ് നോക്കി, ഫാമിലി ഓഫ് റോസ് കർവ്സും നമ്മൾ നോക്കി. ഫാമിലി ഓഫ് സർക്കിൾസും ഫാമിലി ഓഫ് റോസ് കർവ്സും നമ്മൾ നോക്കി. ഡൺ. ഇനി നമുക്ക് അടുത്തുള്ളത് ഫാമിലി ഓഫ് കാർഡിയോയിഡ്സ് ആൻഡ് ലിമാക്കൺസ്. ഓക്കെ, അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഫാമിലി ഓഫ് കാർഡിയോയിഡ്സ് ആൻഡ് ലിമാക്കൺസ്. ഇവിടെ വരുന്ന ഫോർമുല എന്ന് പറയുന്നത് r is equal to a plus or minus b sin theta, r is equal to a plus or minus b cos theta. r is equal to a plus or minus b sin theta, r is equal to a plus or minus b cos theta. ഈ എയും ബിയും കോൺസ്റ്റന്റുകളാണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഡൺ. ഇനി ഈ ലിമാക്കൺ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ലിമാക്കൺ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇത് ഗ്രാഫ് ഒന്നും ഇവിടെ വരച്ചിട്ടില്ല. ടെക്സ്റ്റില് ഗ്രാഫ് വരച്ചിട്ടില്ല.
ഗ്രാഫ് വരച്ചിട്ടില്ല, കാരണം ഗ്രാഫ് കൃത്യമായി അറിയണം. അതുകൊണ്ടാണ് ഗ്രാഫ് വരയ്ക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ശരി. അപ്പോ ഞാനിവിടെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഫിഗർ, അതായത് അവരുടെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല. ഈ കാർഡിയോ ആയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ആളാണ്. ലിമാക്കൺ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരാളല്ല. ലിമാക്കൺ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ലിമാക്കണിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ നോട്ട് ഈക്വൽ ടു ബി ആണ്. സംഭവം എല്ലാ ലിമാക്കൺ ആണ്. എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇവരുടെ ഫിഗർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സൈൻ തീറ്റ. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാല് ഇങ്ങനെ. അതേസമയം ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാല് ഇങ്ങനെ. അതാണ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി സൈൻ തീറ്റ. ഇനി അതേസമയം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാല് ഇങ്ങനെ. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതേസമയം ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാല് അയാള് ഡൺ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫിഗർ. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി സൈൻ തീറ്റ, ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റയുടെ ഒക്കെ ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ഫിഗർ വരച്ച് ഞാൻ കണ്ടിട്ടില്ല. വരയ്ക്കേണ്ടതായിരുന്നു. എന്താണത് എന്ന് വെച്ചാൽ പുതിയ വെർഷനിലാണെന്ന് തോന്നുന്നു അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. പഴയ വെർഷനിലെ അവർ ഫിഗർ എല്ലാം കൃത്യമായി വരച്ചിരുന്നു. പഴയ വെർഷനിലെ അവർ ഫിഗർ എല്ലാം കൃത്യമായി വരച്ചിരുന്നു. ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തമില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ലിമാക്കൺ. സംഭവം എ നോട്ട് ഈക്വൽ ടു ബി, എയും ബി ഈക്വൽ ആകരുത് എന്നൊക്കെ ഞാൻ എഴുതി. എ ബി എന്ത് വേണോ ആയിക്കോട്ടെ, കോൺസ്റ്റന്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എയും ബിയും പോസിറ്റീവ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിമാക്കൺ ഉണ്ടാവും. സംഭവം ഇപ്പോ നിങ്ങൾ പറയാണ് ഇവിടെ എ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എ ബൈ ബി, അതായത് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഇങ്ങനെ ഒരു ചുഴുപ്പുണ്ടാവും. ഇങ്ങനെ ഒരു ചുഴുപ്പ് എന്തായാലും ഉണ്ടാവും. അതേസമയം എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ അകത്തുള്ള ഈ സർക്കിളില്ലേ, ഈ സർക്കിള് അത് ഉണ്ടാവില്ല. ഇനി അതേസമയം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഈ ചുഴുപ്പും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഈ ഒരു കേവ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു സംഗതി വന്നിട്ട് പോളിനെ തൊടൂലേ, അതും കാണില്ല കേട്ടോ. അതായത് അത് ഇങ്ങനെ അങ്ങ് പോയി കളയും. അതായത് പോളിനെ തൊടാതെ ഇങ്ങനെ അങ്ങ് പോയി കളയും. മനസ്സിലായില്ല? അപ്പൊ ഞാൻ വീണ്ടും പറയാം. ഞാനിവിടെ പറയുന്നത് ലിമാക്കണിന്റെ ഫിഗർ ആണ്. ലിമാക്കണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി സൈൻ തീറ്റ, ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ഞാനിപ്പോ ഈ എ നോട്ട് ഈക്വൽ ടു ബി അങ്ങ് മായ്ക്കുകയാണ്. എന്താണ്, എയും ബിയും കോൺസ്റ്റന്റുകളാണ്, പോസിറ്റീവ് ആണ്. എ കോമ ബി ആർ ഗ്രേറ്റർ ദാൻ. ഇനി ഇവിടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക.
എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ചുഴുപ്പ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതേസമയം എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ചുഴുപ്പ് കാണില്ല. പക്ഷെ പകരം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നിൽക്കും. ചുഴുപ്പൊന്നും കാണില്ല, പക്ഷെ ഒറിജിനെ തൊട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അതേസമയം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ചുഴുപ്പും കാണില്ല, പകരം ഈ ഒരു കർവ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എന്താണ് ഒരു ഡീവിയേഷൻ പോളിലായിരിക്കില്ല അല്ലെങ്കിൽ ഒറിജിനിലായിരിക്കില്ല നടക്കുന്നത്, ഇച്ചിരി മാറിയായിരിക്കും. ചുഴുപ്പും കാണില്ല. ഇതാണ് ഇവരുടെയൊക്കെ ഇക്വേഷനും ഫിഗറും തമ്മിലുള്ള വ്യത്യാസം. വീണ്ടും പറയുന്നത്, ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ലിമാക്കണിനെ പറ്റിയിട്ടാണ്. ലിമാക്കണുകളുടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇക്വേഷൻ ആണ് ഞാൻ മുകളിൽ എഴുതി. എന്നിട്ട് ഓരോരുത്തരുടെയും ഫിഗർ ഞാൻ വരച്ചു. എ പ്ലസ് ബി സൈൻ തീറ്റ ആണെങ്കിൽ ഈ മെജോറിറ്റി ഭാഗം മുകളിൽ കിടക്കും. അതേസമയം മൈനസ് ആണെങ്കിലോ മെജോറിറ്റി ഭാഗം താഴെ കിടക്കും. ഇനി കോസ് തീറ്റ ആണെങ്കിലോ മെജോറിറ്റി ഭാഗം റൈറ്റിൽ കിടക്കും. അതേസമയം എ മൈനസ് ബി കോസ് തീറ്റ ആണെങ്കിൽ മെജോറിറ്റി ഭാഗം ലെഫ്റ്റിൽ കിടക്കും. എ ലെസ് ദാൻ ബി ആകുമ്പോൾ മാത്രമാണ് ഈ ചുഴുപ്പുണ്ടാകും. അതേസമയം എ ഈക്വൽ ടു ബി ആവണമെങ്കിൽ ഈ ചുഴുപ്പുണ്ടാവാതെ ജസ്റ്റ് ഇതിങ്ങനെ തൊട്ടിങ്ങനെ മാറും, അത്രയേ ഉള്ളൂ. അതേസമയം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഈ ചുഴുപ്പും ഉണ്ടാവില്ല, മാത്രമല്ല ഈ ഒറിജിനെ തൊടുന്ന പരിപാടിയില്ല. അല്ലാതെ ഇച്ചിരി മാറിയായിരിക്കും ഇങ്ങനെ തൊട്ടുപോകും. അതാണ് ഇവരുടെ ഫിഗറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഡൺ. ഇപ്പോ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മള് ഈ ഫിഗറിനെ, അതായത് ലിമാക്കണിനെ, ഇഫ് എ ഈക്വൽ ടു ബി, ദ ലിമാക്കൺസ് ആർ കോൾഡ് കാർഡിയോയിഡ്. എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മുടെ ലിമാക്കണിനെ വിളിക്കുന്ന പേരാണ് കാർഡിയോയിഡ്. അതായത് കാർഡിയോയിഡിന്റെ ഫിഗർ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എ ഈക്വൽ ടു ബി ആകുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് എ സൈൻ തീറ്റ. എനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. ഇയാളുടെ ഫിഗർ മെജോറിറ്റി ഭാഗം ഇങ്ങനെ മുകളിൽ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ. ഇനി ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. അതായത് എ മൈനസ് എ സൈൻ തീറ്റയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി ഭാഗം താഴെയായിരിക്കും വരും. ഇനി ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ മെജോറിറ്റി ഭാഗം വരുന്നത് വലത് ഭാഗത്തായിരിക്കും. ഇങ്ങനെ. ആൻഡ് ഫൈനലി ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഭാഗം വരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായി. ഡൺ. ഇനി ഇവരുടെ ഫിഗറിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഡീവിയേഷൻ വരുന്ന ഈ ഡിസ്റ്റൻസ് എ ആയി. അതേസമയം മെജോറിറ്റി പോർഷന്റെ ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിന്റെ ഇരട്ടിയായിരിക്കും, 2a ആയിരിക്കും. സിമിലർ കേസാണ് ഇവിടെ. എ ഇവിടെ 2a, ഇവിടെയും എ 2a, ഫൈനലി എ 2a കഴിഞ്ഞു. ഇതാണ് ഇവരുടെ ഫിഗറിന്റെ പ്രത്യേകത. ഇതാണ് കാർഡിയോയിഡുകൾ. കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഈ ആൾക്കാരാണ്. കാർഡിയോയിഡ്, ഇവിടെ ഒരു സ്പെല്ലിംഗ്, ഒരു ഐ കൂടെ ഉണ്ട്, കാർഡിയോയിഡ്. എ ഈക്വൽ ടു ബി ആകുമ്പോൾ ലിമാക്കണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയോയിഡ്. അതായത് എല്ലാ കാർഡിയോയിഡ് ലിമാക്കണാണ്, ലിമാക്കൺ എല്ലാം കാർഡിയോയിഡ് അല്ല. എല്ലാ ലിമാക്കണും കാർഡിയോയിഡ് ആണ്, പക്ഷെ കാർഡിയോയിഡ് അല്ല ലിമാക്കൺ അല്ല. കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ ഫിഗർ തന്നിട്ടുണ്ട്, വലിയ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവരത് തന്നിരിക്കുന്നത്.
അതുകൊണ്ട് അത് ഉപയോഗിക്കാം. നമുക്ക് ആണെങ്കിൽ ഇനി പ്രോബ്ലം ചെയ്യാനൊക്കെ ഇവരെ വേണമെന്താ. അതുകൊണ്ട് ചുമ്മാ അങ്ങനെ ഫിഗർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ കണ്ട അവര് അവരിതാ പറഞ്ഞിരിക്കുന്നുണ്ട് ലിമാക്കൺ വിത്ത് ഇന്നർ ലൂപ്പ് കാർഡിയോയിഡ് A/B=1, അതായത് A=1. അതേസമയം A/B 1ന്റെ 2ന്റെ ഇടയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ട ചെറിയൊരു വെട്ടേ ഉള്ളൂ. പക്ഷെ അത് ഒറിജിനലിലോട്ട് വന്നിട്ടില്ല, നടുക്കോട്ട് വന്നിട്ടില്ല. ഇവിടെ ഒരു ചെറിയൊരു ഡീവിയേഷൻ അത്രേ ഉള്ളൂ, അത് ഒറിജിനലില്ല. പക്ഷെ A/B > 2 ആണെങ്കിൽ അതുപോലും കാണില്ല. അപ്പൊ അതിനൊക്കെ പേരുണ്ട്, ഡിംപിൾഡ് ലിമാക്കൺ, കോൺവെക്സ് ലിമാക്കൺ എന്നൊക്കെ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് അവരെ എടുത്ത് പറയാത്തത് അതുകൊണ്ടാണ്. അത് ഇമ്പോർട്ടന്റ് അല്ല. ഡിംപിൾഡ് ലിമാക്കണും കോൺവെക്സ് ലിമാക്കണും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കാർഡിയോയിഡ് മാത്രമാണ്. കാർഡിയോയിഡ് നിങ്ങൾക്ക് ചോദിക്കും, കാർഡിയോയിഡ് നിങ്ങൾക്ക് ചോദിക്കും, പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ശരി, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഫാമിലി ഓഫ് കർവ്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ ഇവര് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇതെല്ലാം നാച്ചുറല് പല പല ഫിഗർ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ സാധാരണ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ നമുക്ക് കിട്ടാറില്ല, പോളാർ കോർഡിനേറ്റിൽ അതൊക്കെ കിട്ടുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതാ ഇവിടെ നോക്കിക്കോ, അതാ കണ്ട സ്നെയിലിന്റെ ഇത്. അതേപോലെ ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടിരുന്നു, R=θ എന്ന് പറയുന്ന ഫിഗർ കണ്ടിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗറാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം എന്താ ഇങ്ങനെ ഒരു റോപ്പ് ചുറ്റി വെച്ചിരിക്കുന്നത്, ഗാലക്സി, സ്പൈറൽ ഗാലക്സി. അപ്പൊ ഇവരുടെയൊക്കെ ഫിഗറുകൾ ഏകദേശം നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്? പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവർ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറൊരു കാര്യവും വേറൊരു കാര്യമില്ല. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ ഏട്ടാ. ശരി, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഈ സെക്ഷനിൽ ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഇയാളെ പേര് മറന്നുപോയി. നമ്മുടെ ഫാമിലി ഓഫ് കർവ്സിനെ തിരിച്ചറിയുക, പോളാർ ഇക്വേഷൻ, പോളാർ കോർഡിനേറ്റ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൂ. നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സിമ്പിൾ ആസ് ദാറ്റ്. ശരി, അപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ളത് ടാൻജന്റ് ലൈൻ ടു പോളാർ കർവ്സ്. ടാൻജന്റ് ലൈൻ ടു പോളാർ കർവ്സ്. ടാൻജന്റ് ലൈൻസ് ടു പോളാർ കർവ്സ്. നിങ്ങൾക്കൊരു പോളാർ കർവ് തന്നിട്ടുണ്ടായിരിക്കും. R f(θ) എന്നായിരിക്കും പോളാർ കർവിന്റെ ഇക്വേഷൻ. അതായത് R ഫംഗ്ഷൻ ഓഫ് θ എന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ജോലി വളരെ സിമ്പിൾ ആണ്. ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കുക. ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? dy/dx വേണം, സ്ലോപ്പ് വേണം. dy/dx ആണല്ലോ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ്. ടാൻജന്റ് ലൈനിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? dy/dx വേണം. dy/dx വേണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ y-യും ഇല്ല x-ഉം ഇല്ല, r-ഉം θ മാത്രമേ ഉള്ളൂ. പോളാർ കോർഡിനേറ്റ് ആണ്. പോളാർ കോർഡിനേറ്റിലെ r-ഉം θ മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ y f(x) എന്ന് തരുന്ന പോലെ ഇവിടെ r f(θ). r-നെ ഫംഗ്ഷൻ ഓഫ് θ നിങ്ങൾ തന്നിരിക്കും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും കാണില്ല. നിങ്ങളോട് dy/dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ശരി, നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സിമ്പിൾ പരിപാടിയാണ്, നോക്കുക. നിങ്ങൾക്കറിയാം x r cos θ ആണെന്ന് നിങ്ങൾക്കറിയാം. x r cos θ. അതായത് x r-ന് പകരം f(θ) കൊടുക്കുമ്പം f(θ cos θ). ഇനി y r sin θ ആണ്. r-ന്റെ വാല്യൂ f(θ) ഇവിടെ കൊടുക്കുമ്പോൾ y f(θ sin θ). f(θ sin θ). x f(θ cos θ, y f(θ sin θ). നമുക്ക് dy/dx കണ്ടുപിടിക്കണം. dy/dx സ്ലോപ്പ് കണ്ടുപിടിച്ചാലേ പിന്നെ ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് സ്ലോപ്പ് തന്നെ കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ dy/dx എന്ന് പറയുന്നത് dy/dθ
ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തത്, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇതാ നമുക്കിവിടെ എക്സ് ഉണ്ട്, എക്സ്. അപ്പൊ ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ. തീറ്റയിലാണ് ഫംഗ്ഷൻ ഉള്ളത്. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, പ്ലസ് എന്താണ് എഫ് ഓഫ് തീറ്റയുടെ ഡെറിവേറ്റീവ്. എഫ് ഓഫ് തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി എഫ് തീറ്റ അല്ലെങ്കിൽ എഫ് ഡാഷ് തീറ്റ എന്ന് ഞാൻ എഴുതുന്നു. എഫ് ഡാഷ് തീറ്റ, എഫ് ഡാഷ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ഇൻറ്റു കോസ് തീറ്റ. ഡൺ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ രണ്ടാമത്തെ ആളെ ആദ്യം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എഫ് ഡാഷ് ഓഫ് തീറ്റ. പിള്ളേരെ എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ആറാണ്. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പൊ എഫ് ഓഫ് തീറ്റയുടെ ഡെറിവേറ്റീവ് ആറിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഡി ആർ ബൈ ഡി തീറ്റ, ഡി ആർ ബൈ ഡി തീറ്റ ആണ് എഫ് ഡാഷ് ഓഫ് തീറ്റ. എഫ് ഡാഷ് ഓഫ് തീറ്റ എഫിന്റെ ഡെറിവേറ്റീവ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പൊ ആറിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് തീറ്റ, ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് അടക്കുന്നു എഫ് ഓഫ് തീറ്റ ആറാണ്, ആർ ഇൻറ്റു സൈൻ തീറ്റ, ആർ ഇൻറ്റു സൈൻ തീറ്റ. ഡൺ. ഇനി അടുത്ത് y is equal to f of theta sin theta. This is equal to first function into derivative of second function plus derivative of first function into f dash of theta into second function. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഡാഷ് ഓഫ് തീറ്റ ആറിന്റെ ഡെറിവേറ്റീവ്, എഫ് ഓഫ് തീറ്റ ആണ് ആറ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് തീറ്റ ആറിന്റെ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് തീറ്റയ്ക്ക് പകരം ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു, എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ആറാണ്. അതുകൊണ്ട് ഞാൻ ആറെന്ന് എഴുതുന്നു, ആർ ഇൻറ്റു കോസ് തീറ്റ. കഴിഞ്ഞു. ഇതാണ് ഡി വൈ ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ. അപ്പൊ ഡി എക്സ് ബൈ ഡി തീറ്റയും ഡി വൈ ബൈ ഡി തീറ്റയും കിട്ടിയ സ്ഥിതിക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇയാളെ ഡിവൈഡഡ് ബൈ ഇയാൾ, അതായത് ഡി ആർ ബൈ ഡി തീറ്റ സൈൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ. കഴിഞ്ഞു. ഇതാണ് ഡി വൈ ബൈ ഡി എക്സിന്റെ ഫോം. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് എന്താണ് ഡി വൈ ബൈ ഡി തീറ്റയും ഡി എക്സ് ബൈ ഡി തീറ്റയും കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതൊന്നും കാണാതെ, ഈ ഫോർമുല കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പൊ ഞാന് എന്താണ് ജസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചു തരാം. അതായത് ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ slope of, find the slope of the tangent, find the slope of the tangent line to the circle, r is equal to 4 cos theta, r is equal to 4 cos theta at theta equal to pi. ആർ ഇസ് ഈക്വൽ ടു 4 കോസ് തീറ്റയുടെ എന്ത് കണ്ടുപിടിക്കണം? എന്താണ് ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. ടാൻജന്റിന്റെ സ്ലോപ്പ്, അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ശ്രദ്ധിക്കുക, ആർ ഇസ് ഈക്വൽ ടു 4 കോസ് തീറ്റ. ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് വെച്ചു. ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് 4 അവിടെ കിടക്കും. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, ഡി ആർ ബൈ ഡി തീറ്റ മൈനസ് 4 സൈൻ തീറ്റ. ശരി, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. Therefore, dx by d theta equal to r into derivative of cos theta, sin theta, minus sin theta, minus r sin theta, plus
dr by d theta into cos theta. ഡൺ. അപ്പൊ നമ്മൾ ആറിന്റെ വാല്യൂ കൊടുക്കുന്നു. ആറിന്റെ വാല്യൂ 4 cos theta ആണ്, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. dr by d theta എന്ന് പറയുന്നത് -4 സൈൻ തീറ്റ ആണ് ഇൻറ്റു കോസ് തീറ്റ. -4 സൈൻ തീറ്റ കോസ് തീറ്റ, -4 സൈൻ തീറ്റ കോസ് തീറ്റ, -8 സൈൻ തീറ്റ കോസ് തീറ്റ, -8 സൈൻ തീറ്റ കോസ് തീറ്റ. കഴിഞ്ഞു. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. x ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ മാത്രം അറിഞ്ഞാൽ മതി. കാര്യം എളുപ്പമാണ്. y ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ dy by d theta equal to first function into derivative of second function plus derivative of first function dr by d theta into second function sin theta. r എന്ന് പറഞ്ഞാൽ 4 cos theta ആണ്. 4 cos theta into cos theta cos square theta. dr by d theta എന്ന് പറഞ്ഞാൽ -4 sin theta ആണ്. -4 sin theta into sin theta -4 sin square theta. 4 കോമൺ എടുക്കുന്നു. cos square theta minus sin square theta. cos square theta minus sin square theta. cos square theta minus sin square theta is equal to cos 2 theta. cos square theta minus sin square theta is equal to cos 2 theta. ഞാൻ കൊടുത്തു. ഇവിടെയും 2 sin theta cos theta. 2 എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ് കിടക്കുന്നത്. 2 into 4, 4 into 2. അപ്പൊ ചെയ്യുമ്പോൾ 2 sin theta cos theta കിട്ടും. അത് sin 2 theta ആണ്. വേണമെങ്കിൽ നമുക്ക് -4 sin 2 theta എന്ന് ഇയാളെ എഴുതാം. കാരണം 2 sin theta cos theta equal to sin 2 theta. dy by dx എന്ന് പറയുന്നത് dy by dx എന്ന് പറയുന്നത് dy by d theta divided by dx by d theta. ഡൺ. അപ്പൊ നമുക്ക് ആളുണ്ട് 4 cos 2 theta divided by -4 sin 2 theta. 4 ഉം 4 ഉം വെട്ടിപ്പോവും. cos 2 theta by sin 2 theta, cot 2 theta, cot 2 theta. അതായത് dy by dx is equal to minus cot 2 theta, minus cot 2 theta. ഇവിടെ ചോദിച്ചേക്കുന്ന ആംഗിൾ π/4 ആണ്. π/4 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു minus cot 2 into π/4. That is equal to minus cot π/2. cot π/2. cos by sin ആണ്. cos π/2 0 ആണ്. sin π/2 1 ആണ്. therefore this is equal to 0. dy by dx അഥവാ സ്ലോപ്പ് 0 ആണ്. dy by dx അഥവാ സ്ലോപ്പ് 0 ആണ്. ഡൺ. കഴിഞ്ഞു. സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ഒരേ ഒരു കാര്യം. എന്താണ്? r is equal to 4 cos theta. അതാണ് തന്നിട്ടുള്ളത്. നമ്മൾ അവിടെ തന്നെ dr by d theta കണ്ടുപിടിച്ച് വെക്കുക. ആവശ്യം വരും. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരേണ്ട ഫോർമുല x is equal to r cos theta, y is equal to r sin theta. പോളാർ ഇക്വേഷനെ റെക്ടാങ്കുലർ ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല. ആ ഫോർമുല മനസ്സിൽ വയ്ക്കുക. അവിടെ dx by d theta dy by d theta കണ്ടുപിടിക്കുക. തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ dy by dx കിട്ടുമെന്ന് ആർക്കും അറിയാം. അപ്പൊ അവരെ എല്ലാം കണ്ടുപിടിച്ച് അറിയാന്നുള്ള വാല്യൂ എല്ലാം കൊടുത്ത് ഒന്ന് അടിക്കും ചിട്ടയായിട്ട് എഴുതി വെച്ചു. അപ്പോഴേക്കും കാര്യം കഴിഞ്ഞു. ഏറ്റവും അവസാനം അവർ പറഞ്ഞിട്ടുണ്ട് തീറ്റ π/4 ആകുമ്പോഴുള്ള സ്ലോപ്പാണ് വേണ്ടത്. ഞാൻ π/4 എടുത്ത് കൊടുത്തു. അപ്പൊ എനിക്ക് 0 കിട്ടി. കാര്യം കഴിഞ്ഞു. dy by dx at തീറ്റ ഈക്വൽ ടു π/4. കഴിഞ്ഞു. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓ ശരി.